नमस्ते प्यारे बच्चों, खुशी है ना? सुगंध है। पिछले कक्षा में क्या पढ़ा था? हाँ, गांधी जी के बारे में। गांधी जी कैसे बने? हाँ, डरने वाले गांधी जी, बचपन में डरने वाले गांधी जी। फिर ഡർ नहीं അല്ലേ, കുട്ടിക്കാലത്ത് ഭയന്നിരുന്ന ഗാന്ധിജി പിന്നെ പേടിയില്ലാതായി. फिर वो पढ़ने में बहुत पीछे, പഠിക്കുന്നതിൽ വളരെ പിന്നിലായിരുന്നു. उसमें भी परिवर्तन, അതിലും മാറ്റം വന്നു. दो विषय में जीरो मिला, രണ്ട് വിഷയത്തിൽ जीरो കിട്ടിയിരുന്നു. उसमें भी वो क्या है, आगे आगे, പഠിने में बहुत आगे आगे. फिर പഠിക്കുന്നതിന് പിന്നെ മുന്നോട്ട് വന്നു ഗാന്ധിജി. वेश में कैसे बदलाव, വേഷത്തിൽ പിന്നെ എങ്ങനെയാ മാറ്റം വന്നത്? देखिए, നമുക്കൊന്ന് നോക്കാം. मैंने तो एक कई चित्र दिखाए, ഞാൻ ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചിരുന്നില്ലേ ഗാന്ധിജിയുടെ? छोटा गांधी जी, उससे बड़ा गांधी जी अल्ले, ചെറിയ ഗാന്ധിജി, അതിനേക്കാളും വലിയ ഗാന്ധിജി, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. वेश में बदलाव, വേഷത്തിലുള്ള മാറ്റം. कैसे वही परिवर्तन, എങ്ങനെയാ മാറ്റം വന്നത്? पेज नंबर 36 में, पेज नंबर 36 മൂന്നാം പാരഗ്രാഫ് देखिए. ടീച്ചർ വായിക്കട്ടെ, കൈവിരൽ വെച്ച് ശ്രദ്ധിക്കണേ. മൂന്നാം പാരഗ്രാഫ്. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. दक्षिण अफ्रीका में कुर्ता धोती पहनने लगे और भारत आए तो एक बार मदुरई गए भाषण देने. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. गांधी जी इंग्लैंड में पढ़ने गए. गांधी जी इंग्लैंडिൽ പഠിക്കാൻ പോയി. दो विषय में जीरो मिले हैं, രണ്ട് വിഷയത്തിൽ സീറോ ആയിരുന്നു കിട്ടിയിരുന്നത്. ഹൈസ്കൂൾ में पढ़ते वक्त, ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ. फिर वो अच्छी तरह पढ़ने वाले बच्चे हो गए, പിന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായി തീർന്നു. वहाँ पढ़ने जाते वक्त, അവിടേക്ക് പഠിക്കാൻ പോകുമ്പോൾ, എവിടെ? कहाँ? हाँ, इंग्लैंड में पढ़ने गए അല്ലേ, പഠിക്കാൻ പോയപ്പോൾ ഉസി വക്ത്, ആ സമയം ഖൂബ്, നല്ലതുപോലെ, സാരേ കപ്പടേ അല്ലേ, ഒരുപാട് വസ്ത്രങ്ങൾ, സാരേ എന്ന് പറഞ്ഞാൽ മുഴുവൻ വസ്ത്രങ്ങളെന്നാണ്. അപ്പോൾ നിരവധി വസ്ത്രങ്ങൾ, ഖൂബ് നല്ലതുപോലെ, സാരേ കപ്പടേ നിരവധി വസ്ത്രങ്ങൾ, സിൽവായേ ഘേ തുന്നിയെടുത്തു, അതായത് തയ്ച്ചു. അപ്പോൾ നിരവധി വസ്ത്രങ്ങൾ ഗാന്ധിജിക്ക് തയ്ച്ചിരുന്നു. സിൽവായേ ഘേ തയ്ച്ചിരുന്നു, അപ്പോൾ തുന്നിച്ചിരുന്നു. അടുത്ത ഭാഗം നോക്കാം. दक्षिण-अफ्रीका में कुर्ता धोती पहनने लगे और भारत आए तो एक बार मदुरई गए भाषण देने. दक्षिण अफ्रीका में, कहाँ? दक्षिण अफ्रीका में. वो भारत से इंग्लैंड गए थे. गांधी जी भारत से इंग्लैंड गए थे. गांधी जी ഭാരതത്തിൽ നിന്നും, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ട് ഗയതെ, ഇംഗ്ലണ്ടിൽ പോയിരുന്നു, പഠനേക്കില്ലേ, പഠിക്കാൻ. ഫിർ ഓ ദക്ഷിണാഫ്രിക്ക മേ ഗയതെ, പിന്നെ പറയുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ ഗാന്ധിജി ഉണ്ടായിരുന്നത് അല്ലേ, ജീവിച്ചിരുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്ക മേ കുർത്ത ധോത്തി പഹന്നെ ലഗെ. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗാന്ധിജി അല്ലേ. അപ്പോൾ ദക്ഷിണാഫ്രിക്ക മേ കുർത്ത ധോത്തി, ക്യാ കുർത്ത ഷർട്ടും, ഫിർ ധോത്തി അല്ലേ, തുണി. നമ്മൾ ഇവിടെ എന്താണ്, മുണ്ട് അല്ലേ, ഉടുക്കുന്ന രീതിയിലല്ല. അവരെങ്ങനെയാണ് ഉടുക്കുന്നത്?
ഗാന്ധിജിക്ക് വേഷഭൂഷ देखिए ഗാന്ധിജിയുടെ വേഷവിധാനം ഒന്ന് നോക്കൂ. वो धोती അല്ലേ ऐसे तो पहना है അല്ലേ എന്താണ് തുണി ഈ രീതിയിലാണ് മുണ്ട് ഈ രീതിയിലാണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ वो दक्षिण अफ्रीका में गांधी जी दक्षिण अफ्रीക്കയിൽ കുർത്ത ധോത്തി അല്ലേ ഒരു ഷർട്ടും തുണിയും पहनने लगे धरिക്കാൻ തുടങ്ങി. छोटे होते वक्त अच्छे कपड़े और बड़े होते वक्त और कपड़े में बदलाव അല്ലേ വസ്ത്രത്തിൽ കുറഞ്ഞ ഒരു മാറ്റം വന്നു. ടീച്ചർ 6 ചിത്രങ്ങൾ കാണിച്ചില്ലേ നോക്കൂ അല്ലേ 6 ചിത്രത്തിലും വളരെ മാറ്റങ്ങളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേഷവിധാനത്തിലെ മാറ്റം. देखिए भारत आए तो और भारत आए तो और കൂടാതെ അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് ആയേ തോ വന്നപ്പോൾ एक बार मधुरै गए एक बार ഒരിക്കൽ മധുരൈ गए മധുരയിലേക്ക് गए പോയി. कहाँ गए മധുരൈ മധുരൈ गए മധുരയിലേക്ക് പോയി. क्यों गए എന്തിനാ പോയത്? देखिए किताब में देखिए भाषण देने भाषण स्पीच പ്രസംഗിക്കാൻ भाषण देने പ്രസംഗത്തിന് വേണ്ടി പോയി. वहाँ एक औरत को देखा जो तालाब में अपनी धोती धो रही थी. क्या कहता है? देखिए वहाँ एक औरत वहाँ അവിടെ कहाँ मधुरै में മധുരയിൽ एक औरत औरत സ്ത്രീ ഒരു സ്ത്രീ മഹിള ഔരത്ത് എന്നുള്ളതിന് സ്ത്രീ എന്നും മഹിള എന്നും പറയും അല്ലേ. വഹാ ഏക് ഔരത്ത് അവിടെ ഒരു സ്ത്രീ ഔരത്ത് കോ ദേഖ വഹാ ഏക് ഔരത്ത് കോ ദേഖ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. जो तालाब में जो അവർ तालाब में तालाब കുളം तालाब में കുളത്തിൽ अपनी धोती अपनी സ്വന്തം अपनी धोती സ്വന്തം ധോത്തി ധോത്തി തുണി അല്ലെങ്കിൽ വസ്ത്രം എന്ന അർത്ഥത്തിലൊക്കെ. അപ്പോൾ अपनी धोती സ്വന്തം തുണി ധോ രഹി ഥി ധോന കഴുകുക ധോന അലക്കുക ധോ രഹി ഥി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്യാ കർ രഹി ഥി ധോത്തി ധോ രഹി ഥി വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോൻ ആര്? ഹാം ഔരത്ത് ഔരത്ത് സ്ത്രീ. കഹാ എവിടെ? തലാബ് മേം തലാബ് കുളത്തിൽ മധുരയ്ക്ക് തലാബ് മേ മധുരയിലെ കുളത്തിൽ. ടെക്സ്റ്റിലേക്ക് നോക്കൂ. വഹാ ഏക് ഔരത്ത് को देखा जो तालाब में अपनी धोती धो रही थी. लेकिन कैसे? ക്വസ്റ്റ്യൻ കണ്ടില്ലേ? പക്ഷേ എങ്ങനെയായിരുന്നു അവർ കപ്പട ധോ രഹി ഥി എങ്ങനെയായിരുന്നു അവർ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്നത് അല്ലേ? വസ്ത്രം കഴുകിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. ധോ രഹി ഥി അലക്കിക്കൊണ്ടിരുന്നു. കേസേ എങ്ങനെ? ടെക്സ്റ്റിലേക്ക് നോക്കൂ. आधी पहनती थी और बाकी आधी धोती थी. फिर धुली हुई को पहन लेती थी और शेष को धोती थी. उसकी हालत देखकर गांधी जी भीतर तक हिल गए और बस उसी समय उन्होंने फैसला कर लिया कि अब सिर्फ एक धोती ही पहनूंगा. देखिए आधी पहनती थी और बाकी आधी धोती थी. वो वस्त्र कपड़ा धो रही है. वो औरत आ स्त्री कपड़ा वस्त्रम धो रही थी അലക്കിക്കൊണ്ടിരിക്കുന്നു. कैसे എങ്ങനെയാണ്? आधी पहनती थी പകുതി पहनती थी ഉടുത്തിരുന്നു. शायद साड़ी होगा ചിലപ്പോൾ സാരി ആയിരിക്കാം. ആദി പഹൻതി ഥി പകുതി ഉടുത്തിരുന്നു.
ഔർ ബാക്കി ആധി, കൂടാതെ ബാക്കിയുള്ള ആധി പകുതി ഭാഗം ധോത്തി ധി അലക്കിക്കൊണ്ടിരിക്കുന്നു. ഏക് ഹി സാഠി കാ, ഒരു സാരിയുടെ ആധി പഹൻകർ, പകുതി ഉടുത്തിട്ട് ആധി ബാക്കിയുള്ള പകുതി ഭാഗം ധോത്തി ധി അലക്കിക്കൊണ്ടിരിക്കുന്നു. യേ കിസ്നെ ദേഖാ, ആരാ ഇത് കണ്ടത്? ഹമാരെ ഗാന്ധിജി, നമ്മുടെ ഗാന്ധിജി. യേ ദേഖാ, ഗാന്ധിജിനെ യേ ദേഖാ, ഗാന്ധിജി ഇത് കണ്ടു. ഫിർ ദുലി ഹുയി കോ, പിന്നെ എന്താ സ്ത്രീ ചെയ്യുന്നത്? देखिए फिर दुली हुई को पहन लेती थी. പിന്നീട് ധുലി ഹുയി കോ, അലക്കിയതിനെ, ധുലി ഹുയി കോ അലക്കിയതിനെ പഹൻ ലേത്തി ധി ഉടുത്തുകൊണ്ടിരിക്കുന്നു അല്ലേ? പഹൻ ലേത്തി ധി ഉടുക്കുന്നു. ഔർ പിന്നീട് ശേഷ് കോ ബാക്കിയുള്ളതിനെ, ശേഷിക്കുന്നതിനെ, ബാക്കിയുള്ളതിനെ ധോത്തി ധി അലക്കിക്കൊണ്ടിരിക്കുന്നു. उसकी हालत देखकर गांधी जी भीतर तक हिल गए. देखिए उसकी हालत, അവളുടെ അവസ്ഥ, ഹാലത്ത് അവസ്ഥ, देखकर കണ്ടിട്ട് ഗാന്ധിജി ഭീതർ തക് ഹിൽ ഗേ, ഗാന്ധിജിയുടെ ഭീതർ ഉള്ളുവരെ ഹിൽ ഗേ അലിഞ്ഞുപോയി, ഇളകിപ്പോവുക എന്നൊക്കെ ഉള്ളത്. ഹിൽന എന്നാൽ ആടുക, ഇളകുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഹിൽ ഗേ, അപ്പോൾ ആടിപ്പോയി എന്നല്ലതിൻ്റെ അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം? ഹിൽ ഗേ അല്ലേ, മനസ്സലിഞ്ഞുപോയി. ഔർ കൂടാതെ ബസ് ഉസി സമയ, ബസ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ, ബസ് ഉസി സമയ, ആ സമയത്ത് തന്നെ, ബസ് ഇത്ര മാത്രം, ഇതേ ചെയ്തിട്ടുള്ളൂ, ഇതാണ് ചെയ്തത്. എന്താ ചെയ്തത്? ബസ് ഇത് തന്നെ. ഉസി സമയ, ആ സമയം തന്നെ. ഉനോനെ അദ്ദേഹം, ഗാന്ധിജീനെ, അദ്ദേഹം, ഉനോനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഗാന്ധിജീനെ, ഗാന്ധിജി ഫൈസല കർ ലിയ, തീരുമാനമെടുത്തു. ക്യാ ഫൈസല, എന്താ തീരുമാനം? देखिए ഫൈസല കർ ലിയ കി, എന്തെന്നാൽ, എന്താ തീരുമാനിച്ചത്? देखिए നോക്കാം. അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂംഗാ. അബ് ഇപ്പോൾ, ഇനി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇനി എന്താണ്? ഇപ്പോൾ ഇനി എന്ത് ചെയ്യാം? അബ് ഇപ്പോൾ, സിർഫ് വെറും, ഏക് ധോത്തി ഹി പഹനൂംഗ, ഒരു തുണി മാത്രമേ, പഹനൂംഗ ധരിക്കുകയുള്ളൂ, ഉടുക്കുകയുള്ളൂ. ഗാന്ധിജി ऐसा फैसला कर लिया, ഗാന്ധിജി അത്തരത്തിൽ തീരുമാനമെടുത്തു. ഭാരത് കെ ലോഗോं को, ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക്. അപ്പോൾ ഭാരത് കെ ലോഗോं की हालत समझकर, ഭാരതത്തിലുള്ള, നമ്മുടെ ഇന്ത്യയിലുള്ള ലോഗോं की हालत, ആൾക്കാരുടെ, മനുഷ്യരുടെ ഹാലത്ത് അവസ്ഥ, ജാൻകർ അറിഞ്ഞിട്ട്, ഗാന്ധിജീനെ യഹി ഫൈസല, ഗാന്ധിജി തീരുമാനം എടുത്തു. ഇപ്പോൾ മനസ്സിലായില്ലേ കുട്ടികൾക്ക് എങ്ങനെയാണ് ഗാന്ധിജിയുടെ വേഷവിധാനത്തിൽ മാറ്റം ഉണ്ടായതെന്ന്? ഇതിലൊരു ചോദ്യമുണ്ട്. ചോദ്യം നോക്കാം. സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഒരൊറ്റ തുണി മാത്രം ഉടുക്കാൻ അല്ലെങ്കിൽ ധരിക്കാൻ ഫൈസല കർ ലിയ, തീരുമാനമെടുത്തു. ऐसा फैसला लेने का ഉദ്ദേശിക്കാതെ, ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? हाँ, हमारे भारत के लोगों को पहनने के लिए वस्त्र नहीं, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രമില്ല, ആവശ്യത്തിനുള്ള വസ്ത്രമില്ല. ये ഗാന്ധിജീനെ സമജ് ലിയ, ഇത് ഗാന്ധിജി മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് ഗാന്ധിജി ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണം. ഇനി അടുത്ത ഭാഗം നോക്കാം. देखिए बाद में घोल में सम्मेलन के लिए लंदन गए. वहाँ तो खूब सर्दी पड़ती है, तो वहाँ के बच्चे पूछते थे, बाबा तुम्हारी पतलून कहाँ गई? गांधी जी उन्हें कोई जवाब नहीं देते थे.
बस हंस कर रह जाते थे. देखिए, बाद में, ശേഷം, അതിനു ശേഷം, അതായത് യഹി ഏക് ഹി ധോത്തി പഹൻതേ വക്ത്, ഒരൊറ്റ തുണി മാത്രം ഉടുക്കുന്ന കാലഘട്ടമായപ്പോൾ അല്ലേ, ഭാദ് മേ, അതിനു ശേഷം, യഹി ഫൈസല കെ ഭാദ്, ഈ ഒരു തീരുമാനത്തിന് ശേഷം, കേവൽ ഏക് ഹി ധോത്തി, ഒരൊറ്റ തുണി മാത്രം, അതിനുശേഷം ഏക് ധോത്തി ഹി അല്ലേ, ഒരൊറ്റ തുണിയിലാണ്, ഭാദ് മേ ഘോൾ മേ സമ്മേളൻ കെ ലിയേ, ശേഷം വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി ലണ്ടൻ ഗയേ, ലണ്ടൻ കാ മത്ലബ് ലണ്ടൻ, ലണ്ടനിലേക്ക് പോയി. ഗാന്ധിജി ഗയേ, ഗാന്ധിജി പോയി. വഹാൻ തോ ഖൂബ് സർദി പഡ്തി ഹേ, വഹാൻ തോ അവിടെയാണെങ്കിൽ, ഖൂബ് നല്ല, സർദി തണുപ്പ്, നല്ല തണുപ്പ്, പഡ്തി ഹേ അനുഭവപ്പെട്ടിരുന്നു. തോ എന്നാൽ, വഹാൻ കെ ബച്ചെ അവിടെയുള്ള കുട്ടികൾ, പൂച്ഛ്തേ ഥേ ചോദിച്ചിരുന്നു. ബാബാ, ബാബാ ക്യാ ബുലായേ ഗാന്ധിജി കോ, ഗാന്ധിജി എന്താ വിളിച്ചത്? ബാബാ, മുത്തശ്ശ. തുമാരി പത്ലൂൻ കഹാ ഗയി, തുമാരി നിങ്ങളുടെ, പത്ലൂൻ, പത്ലൂൻ എന്ന് പറഞ്ഞാൽ പാൻറ്, കഹാ ഗയി എവിടെ പോയി. ഗാന്ധിജി ഉനെ കോയി ജവാബ് നഹീ ദേത്തെ थे, ബസ് ഹൻസ് കർ രഹ് ജാത്തെ थे. ഗാന്ധിജി, ഗാന്ധിജി ഉനെ അവർക്ക്, ഉൻ ബച്ചോं को ആ കുട്ടികൾക്ക്, കോയി ജവാബ് യാതൊരു മറുപടിയും, നഹീ ദേത്തെ थे നൽകിയിരുന്നില്ല. കോയി ജവാബ് നഹീ ദേത്തെ थे യാതൊരു മറുപടിയും നൽകിയിരുന്നില്ല. ബസ് ഇത്ര മാത്രം. ഹസ്കർ രഹ് ജാത്തെ थे, ഹസ്കർ ചിരിച്ചുകൊണ്ട് നിന്നിരുന്നു. ഹസ്കർ രഹ് ജാത്തെ थे ചിരിച്ചിങ്ങനെ നിന്നതേയുള്ളൂ. അടുത്ത ഭാഗം നോക്കാം. देखिए, लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे? तो बोले, फिक्र मत करो, तुम्हारे राजा ने हम दोनों के बराबर कपड़े अकेले ही पहन रखे होंगे. लेकिन जब रानी से मिलने गए तो, പക്ഷേ, ലേക്കിൻ പക്ഷേ, ജബ് റാണി സെ റാണിയെ, മിൽനെ ഗയേ തോ കാണാൻ പോയപ്പോൾ, റാണി കെ ദർബാർ മേ റാണിയുടെ രാജസദസ്സിലേക്ക്, ऐसे जाना तो ഇങ്ങനെ പോകുന്നതാണെങ്കിൽ, कैसे एक ही धोती ഒരേ ഒരു തുണി മാത്രം, ऐसे जाना तो ഇങ്ങനെ പോകുന്നതാണെങ്കിൽ, അദബ് കായതേക്ക് മാനം മര്യാദയ്ക്കും, അതൊരു മാനേഴ്സിന്, ഒരു മാനേഴ്സ് ഇല്ലാത്ത രീതിയല്ലേ ഇങ്ങനെ ഒരു രാജകൊട്ടാരത്തിലേക്ക് ഒരൊറ്റ തുണിയിൽ മാത്രം പോകുന്നത്, അതാ പറയുന്നത്. അദബ് കായതേക്ക് മാനേഴ്സിന്, ആ ഒരു മാനവും മര്യാദയ്ക്കും, ഖിലാഫ് ദ എതിരായിരുന്നു. ആ മാനേഴ്സിന് എതിരായ ഒരു പ്രവർത്തനമായിരുന്നു. ऐसे गए तो ഇങ്ങനെ പോവുകയാണെങ്കിൽ, क्या है वो റാണി കോ, ആ രാജ്ഞിയെ അല്ലെ, രാജ്ഞിയോടുള്ള ബഹുമാനമില്ലാതെ പോയി എന്നുള്ള നാണക്കേടാണ് എന്ന അവസ്ഥ. तो देखिए, तो किसी ने पूछा എന്നാൽ ആരോ ചോദിച്ചു, इतने कम कपड़ों में दरबार में कैसे जाओगे? हमारे ഗാന്ധിജി बोले, നമ്മുടെ ഗാന്ധിജി പറഞ്ഞു, ഫിക്കർ മത് കറോ, വിഷമിക്കേണ്ട, ഫിക്കർ മത് കറോ വിഷമിക്കേണ്ട, തുമാരെ രാജാനെ, നിങ്ങളുടെ രാജാവ് തന്നെ, തുമാരെ രാജാനെ നിങ്ങളുടെ രാജാവ് തന്നെ, ഹം ദോനോ കെ ബരാബർ ഞങ്ങൾ രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള, ഹം ദോനോ കെ ബരാബർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള, കപ്പടേ വസ്ത്രം, അകേലെ ഹി പഹൻ രക്കേ ഹോങ്കെ, അകേലെ ഹി ഒറ്റയ്ക്ക് തന്നെ, പഹൻ രക്കേ ഹോങ്കെ ധരിച്ചിട്ടുണ്ടാകും. ഇന്നിനി എന്താ പഠിച്ചത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ ഒരുപാട് വസ്ത്രം ധരിച്ചിരുന്നു ഗാന്ധിജി, ഒരുപാട് വസ്ത്രം തുന്നിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ
ദക്ഷിണാഫ്രിക്കയിൽ കപ്പട ഓർ ധോത്തി, ഒരു ഷർട്ടും ധോത്തി മുണ്ടുമായിരുന്നു വേഷം. ആ വേഷത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരൊറ്റ തുണിയിലേക്ക്, തുണിക്ക് എന്തായിരുന്നു ടീച്ചർ പറഞ്ഞത്? ധോത്തി, ഒരൊറ്റ തുണിയിലേക്ക് വോ ബദല, അദ്ദേഹം മാറി. ഖൈസേ, എങ്ങനെയായിരുന്നു? മധുരൈമേ ഏക് ഔരത് കോ ദേഖ, ഒരു സ്ത്രീയെ കണ്ടതായിരുന്നു. അവരലക്കുമ്പോൾ ഒരൊറ്റ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അലക്കിയിട്ട് അത് ഉടുത്തതിന് ശേഷം മറ്റേ ഭാഗം അഴിച്ച് അലക്കുന്നു. ഇത് കണ്ടപ്പോൾ ഗാന്ധിജി ഫൈസല കർ ലിയ, തീരുമാനമെടുത്തു. കേവൽ ഏക് ഹി ധോത്തി പെഹനൂങ്ക, ഒരൊറ്റ വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ. പിന്നെ അതിൽ ഉറച്ചു നിന്നു. ലണ്ടൻ കെ കഠിൻ സർദി മേംബി, ലണ്ടൻ എന്തായിരുന്നു ടീച്ചർ പറഞ്ഞു? ലണ്ടൻ കെ കഠിൻ സർദി മേംബി കേവൽ ഏക് ഹി ധോത്തി, ലണ്ടനിലെ കഠിനമായ തണുപ്പിലും ഒരൊറ്റ വസ്ത്രം. ലണ്ടൻ കെ റാണി കെ ദർബാർ മേംബി, ലണ്ടനിലെ രാജ്ഞിയുടെ ദർബാർ മേംബി, രാജസദസ്സിലും കേവൽ ഏക് ഹി ധോത്തി മേ പ്രവേശ് കിയ, ഒരൊറ്റ തുണിയിലാണ് പ്രവേശിച്ചത്. ഗോൾമേസ് സമ്മേളൻ മേംബി, വട്ടമേശ സമ്മേളനത്തിലും ഏക് ഹി ധോത്തി മേ, ഒരൊറ്റ തുണിയിലാണ് പ്രവേശിച്ചത്. അല്ലേ? ഗുസ, പ്രവേശിച്ചു. ഇനി ഇതിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് നോക്കാം. देखिए, औरत की हालत देखकर गांधी जी ने एक धोती ही पहनने का फैसला कर लिया. സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജി ഒരൊറ്റ തുണി ധരിക്കാൻ തീരുമാനമെടുത്തു. ऐसा फैसला लेने का उद्देश्य क्या था? ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? ഇന്നെടുത്ത ക്ലാസ് മനസ്സിലായിട്ടില്ലേ? രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികൾ ക്ലാസ് കണ്ടു നോക്കുക. ഇന്ന് എഴുതി തന്ന ക്വസ്റ്റ്യനൊക്കെ അതിന് ആൻസർ എഴുതിയെടുക്കണം. ഇന്ന് പഠിച്ച ഭാഗത്ത് ഒരുപാട് കഥാസന്ദർഭങ്ങളുണ്ടായിരുന്നു. കുളക്കടവിൽ നിന്നും ഗാന്ധിജി ആ സ്ത്രീയെ കണ്ടപ്പോൾ അവർ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അലക്കിയിട്ട് മറ്റേ ഭാഗം ഉടുത്തിരിക്കുന്ന അവസ്ഥയൊക്കെ. പിന്നെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഒറ്റ തുണിയിൽ പോയ അവസ്ഥ, ലണ്ടനിലെ രാജ്ഞിയുടെ രാജസദസ്സിൽ ഒരു തുണിയിൽ പോയിരിക്കുന്ന അവസ്ഥ. ഇതിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രം വരച്ച് ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കൂട്ടുകാർക്കും ധന്യവാദ്. നമസ്കാരം.